ലഡാക്കിൽ നടന്ന ജെൻസികളുടെ ആ ഒരു കലാപശ്രമത്തിന് നേതൃത്വം കൊടുത്തത് സോനം വാങ്ചുക്. സോനം വാങ്ചുക്കിൻ്റെ കൂടെ ഈ കലാപത്തിന് കൂട്ടാളിയായി നിന്നത് സെപ്പാങ് എന്ന് പറയുന്ന കോൺഗ്രസ് കൗൺസിലർ. ഇവരെ എല്ലാവരെയും ഇപ്പോൾ അട്ടപട്ടലം പൂട്ടാനാണ് കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനമെന്ന് പറയുന്നത്. ഇവർക്കെതിരെ കർശനമായിട്ടുള്ള നടപടി വരുന്നു. ഇതിനോടകം തന്നെ 50 പേർ അറസ്റ്റിലായിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ വരുന്നു. മണിക്കൂറുകൾ കഴിയും തോറും കൂടുതൽ ആൾക്കാരെ അറസ്റ്റ് ചെയ്യുകയാണ്. ഈ കൂടുതലും ജെൻസിയിൽപ്പെട്ട ആൾക്കാർ തന്നെയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. സോനം വാങ്ചുക് എന്ന് പറയുന്ന വ്യക്തി ഇവരെയെല്ലാം തെരുവിലിറക്കിയ ശേഷം ഇപ്പോൾ ഒളിവിലാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ദേശീയ സുരക്ഷാ നിയമപ്രകാരം ഈ ക്രിമിനലിനെതിരെ നടപടിയെടുക്കാൻ പോകുന്നു എന്ന റിപ്പോർട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. ലഡാക്കിന് സംസ്ഥാന പദവി ആവശ്യത്തെ തുടർന്നുണ്ടായ ആക്രമണങ്ങൾക്കെതിരെ പോലീസ് നടത്തിയ ശക്തമായിട്ടുള്ള നടപടിയിൽ ഈ സോനം വാങ്ചുക്, ക്ഷമിക്കണം ഞാൻ നേരത്തെ പറഞ്ഞത് ഇയാൾ ഒളിവിലാണെന്നാണ്, പക്ഷേ ഇയാൾ അറസ്റ്റിലായിട്ടുണ്ട്. ഈ സോനം വാങ്ചുക് അറസ്റ്റിലായി. ലഡാക്കിൽ സംസ്ഥാന പദവി ആവശ്യപ്പെട്ടുള്ള അക്രമാസക്തമായ പ്രക്ഷോഭത്തിൽ 4 പേരുടെ മരണത്തിന് സോനം വാങ്ചുക് ഉത്തരവാദിയാണെന്ന് ഭരണകൂടം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ്. അതായത് ഈ 4 പേരുടെ മരണത്തിനും ഉത്തരവാദി ഈ സോനം വാങ്ചുക് ആണ് എന്നാണ് പറയുന്നത്. ഉച്ചയ്ക്ക് 2:30 സോനം വാങ്ചുക് ഒരു പത്രസമ്മേളനം നടത്തേണ്ടതായിരുന്നു. പക്ഷേ കേന്ദ്ര സർക്കാർ ദേശീയ സുരക്ഷാ നടപടി പ്രകാരം ഇയാളെ ഇപ്പോൾ തൂക്കിക്കൊണ്ട് പോയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇയാൾ പത്രസമ്മേളനം നടത്താൻ സാധിച്ചില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. സോനം വാങ്ചുക് സ്ഥാപിച്ച സ്റ്റുഡൻസ് എഡ്യൂക്കേഷൻ ആൻഡ് കൾച്ചറൽ മൂവ്മെന്റ് ഓഫ് ലഡാക്കിന്റെ FCRA ലൈസൻസ് വ്യാഴാഴ്ച കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അടിയന്തര പ്രാബല്യത്തോടെ റദ്ദാക്കിയത് എടുത്തു പറയേണ്ടതാണ്. ലഡാക്കിന് സംസ്ഥാന പദവിയും ഭരണഘടനാ സുരക്ഷയും ആവശ്യപ്പെട്ട് സമാധാനപരമായിട്ടുള്ള പ്രസ്ഥാനം നയിക്കുന്ന സോനം വാങ്ചുക്കും തന്റെ സ്വകാര്യ സുരക്ഷയെക്കുറിച്ച് ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഞാൻ ജയിലിൽ പോയാൽ അത് സർക്കാരിനെ വലിയ പ്രതിസന്ധിയിലാക്കും എന്നാണ് സോനം വാങ്ചുക് പറഞ്ഞത്. ലഡാക്കിലെ ആക്രമണത്തിന് ശേഷം കാലാവസ്ഥ ആക്ടിവിസ്റ്റായിട്ടുള്ള സോനം വാങ്ചുക്കിൻ്റെ NGOയുടെ FCRA ലൈസൻസ് സർക്കാർ റദ്ദാക്കുകയും വിദേശ ധനസഹായം നിരോധിക്കുകയും ചെയ്തു. ഈ വിഷയത്തിൽ അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. ലഡാക്കിൽ നികുതി ചുമത്തിയിട്ടില്ല എന്നാണ് സോനം വാങ്ചുക്കിൻ്റെ മറ്റൊരു വാദമെന്ന് പറയുന്നത്. അതായത് ലഡാക്കിൽ ഏതാനും മാസങ്ങൾക്കുള്ളിൽ തിരഞ്ഞെടുപ്പ് നടക്കും, നൽകിയ വാഗ്ദാനങ്ങൾ പാലിച്ചോ എന്ന് ആളുകൾ ചോദ്യം ചെയ്യുന്നു. 1.5 മാസം മുമ്പ് എനിക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി. ഇപ്പോൾ CBI അന്വേഷണത്തെക്കുറിച്ച് ചർച്ചയുണ്ട്. 2022 മുതൽ 2024 വരെ വിദേശത്തു നിന്ന് ധനസഹായം സ്വീകരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കാത്തതിനാൽ ഞങ്ങൾ FCRA ലൈസൻസ് എടുത്തില്ല. ഞങ്ങൾക്ക് ആദായ നികുതി നോട്ടീസുകൾ ലഭിക്കുന്നുണ്ട്. ലഡാക്കിൽ മുഴുവൻ നികുതി ചുമത്തിയിട്ടില്ല. ഇവിടെ നികുതിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ എന്നെ വിളിക്കാൻ കഴിയുമെന്നാണ് ഇപ്പോൾ ഈ സോനം വാങ്ചുക് വിചിത്രമായിട്ടുള്ളൊരു നടപടിയാണ്. അതായത് ലഡാക്കിൽ നികുതിയില്ലെന്നാണ് സോനം വാങ്ചുക് പറയുന്നത്. നമ്മുടെ രാജ്യത്തുള്ള എല്ലാ ആൾക്കാരും നികുതി അടയ്ക്കണം എന്നുള്ളത് ഇവിടെയുള്ള കൊച്ചുകുട്ടികൾക്ക് പോലും പറയാം. പക്ഷേ ഈ ലഡാക്കിൽ നികുതിയില്ല എന്നാണ് ഏറ്റവും വലിയ ആക്ടിവിസ്റ്റ്, പർവ്വതങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ആൾ, മക്സസെ അവാർഡ് നേടിയ ആൾ പറയുന്നത്. എനിക്കറിയില്ലായിരുന്നു എന്നാണ്. ന്യൂസ് ഡെസ്ക് മലയാളം.